ഹലോ ഗൈസ്, ജെയ് മെയിൻ 2025 ഫേസ് 1 ജാനുവരി 23 ഷിഫ്റ്റ് നമ്പർ 2 ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ. ഇഫ് ദ സ്ക്വയർ ഓഫ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ 1 is equal to y minus 1 divided by 2 is equal to z plus 3 divided by minus 3 and x plus 1 by 2 is equal to y plus 3 divided by 4 is equal to z plus 5 divided by minus 5 is m by n where m comma n are co-prime numbers, then m plus n is equal to. See, അപ്പോൾ ഇവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക? സപ്പോസ് നമ്മുടെ കയ്യിൽ രണ്ട് സ്ട്രൈറ്റ് ലൈൻ എന്ന് വിചാരിക്കുക, അഥവാ എക്സ് മൈനസ് എക്സ് വൺ ഡിവൈഡ് ബൈ എ വൺ അല്ല ഈസ് ഇക്വൽ ടു വൈ മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ ബി വൺ ഈസ് ഇക്വൽ ടു സെഡ് മൈനസ് സെഡ് വൺ ഡിവൈഡ് ബൈ സി വൺ. ഓക്കെ, and x minus x2 divided by a2 is equal to y minus y2 divided by b2 is equal to z minus z2 divided by c2. ശരിയല്ലേ? അപ്പോൾ ഇവരുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അല്ലേ, നിങ്ങൾ എന്താണ് ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. എന്താണ് x2 മൈനസ് x1 അല്ലേ, പിന്നെ എന്താണ് y2 മൈനസ് y1 അല്ലേ, z2 മൈനസ് z1 അല്ലേ, പിന്നെ എന്താണ് a1 b1 c1 പിന്നെ എന്താണ് a2 b2 c2. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഡിവൈഡ് ബൈ ഹോൾ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ്. ഓക്കെ, വാട്ട് ഇസ് ദാറ്റ്? ഇതിങ്ങനെ ഡിറ്റ് സോൾവ് ചെയ്യുന്ന പോലെ ചെയ്യുക, അഥവാ b1 c2 മൈനസ് b2 c1 ദ ഹോൾ സ്ക്വയർ. നോക്കണേ, b1 c2 മൈനസ് b2 c1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, പ്ലസ് a1 c2 മൈനസ് a2 c1 ദ ഹോൾ സ്ക്വയർ, a1 c2 മൈനസ് a2 c1 ദ ഹോൾ സ്ക്വയർ പ്ലസ് a1 b2 minus a2 b1 the whole square. Okay, a1 b2 minus a2 b1 the whole square. Okay, ഇതാണ് സംഭവം. റെഡി അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് സംഭവം. ഇത് നമ്മളിതിലേക്ക് എന്താ ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഓക്കെ, സി. അപ്പോൾ നമുക്ക് ലിസൺ, നമുക്ക് എങ്ങനെയാണ് ഇവിടെ വാട്ട് ഇസ് ദാറ്റ് x1 y1 z1 x2 y2 z2 നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ x1 y1 z1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സ്റ്റാൻഡേർഡ് സംഭവമായിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ, ഇവനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതാണ് x1 y1 അതേപോലെ എന്താണ് z1. റെഡി അല്ലേ? അപ്പോൾ നമുക്കറിയാം x1 y1 z1 എന്ന് പറഞ്ഞാൽ 2 1 മൈനസ് 3. ഓക്കെ, ദെൻ ഇനി അതേപോലെ തന്നെ x2 y2 z2 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, x2 y2 z2 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ -1 -3 -5. റെഡി അല്ലേ? അപ്പോൾ ഇത് നമുക്ക് വേണ്ടത് എന്താണ്? യെസ് x2 മൈനസ് x1 പിന്നെ എന്താണ് y2 മൈനസ് y1 അല്ലേ, പിന്നെ എന്താണ് z2 മൈനസ് z1. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ x2 മൈനസ് x1 -1 -2 എന്ന് പറയും -3 ആണ്, -3 -1 എന്താണ് -4 ആണ്, -5 + 3 എന്ന് പറയുമ്പോൾ എന്താണ് -2 ആണ്. റെഡി അല്ലേ? അപ്പോൾ ഇനി a1 b1 c1 ഇതാണ്, a2 b2 c2 ഇതാണ്. അത് ഞാൻ കഷ്ടപ്പെട്ട് എടുത്ത് ഇതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുല പ്രകാരം നമുക്ക് എന്ത് കിട്ടണം മക്കളെ? യെസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുല പ്രകാരം. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുല പ്രകാരം യെസ്. ഓക്കെ, -3 -4 -2 അല്ലെ, -3 -4 ഇവിടെ എന്താണ് -2 എന്ന് വരും. റെഡി? പിന്നെ 1 2 -3 അല്ലെ, 1 2 -3. ഓക്കെ, പിന്നെ എന്താണ് 2 4 -5. ഓക്കെ, 2 4 -5 അല്ലേ. സാർ താഴെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, അത് തൽക്കാലം നമ്മൾ എന്താക്കണ്ട, ഇപ്പോൾ എഴുതണ്ട. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഇവിടെ എന്തുണ്ട്? നെഗറ്റീവ് ഉണ്ട് അല്ലേ, ഇവിടെ നെഗറ്റീവ് ഉണ്ട് അല്ലേ. ആ നെഗറ്റീവിന് ഞാൻ എന്താക്കാണ്? പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷേ നെഗറ്റീവിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ നെഗറ്റീവോടെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുലയിൽ എപ്പോഴും ഒരു മോഡുലസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. റെഡി അല്ലേ? ഒരു മോഡുലസ് എന്ന് പറഞ്ഞ സംഭവം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുലയിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ മോഡുലസ് ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ നെഗറ്റീവ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്ന് നമ്മൾ എന്താക്കണം? മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്താണ്? യെസ്, 3 ഇൻറ്റു അല്ലെ 2 ഇൻറ്റു -5 നമുക്കറിയാം എന്താണ്? -10 അല്ലേ. യെസ്. ഓക്കെ, പ്ലസ് അല്ലെങ്കിൽ വേണ്ട, ശ്രദ്ധിക്കാം, ഞാനിവിടെ മനഃപൂർവ്വം ഇത് എഴുതാതിരുന്നത് തന്നെയാണ്. ഇത് എപ്പോൾ എഴുതും ഞാൻ കാണിച്ചു തരാം. റെഡി? അപ്പോൾ 3 ഇൻറ്റു ശ്രദ്ധിക്കാം -10 + 12 -10 + 12 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഇറ്റ് ഈസ് വാട്ട് 2. ഇനി -4 ഇൻറ്റു എന്താണ്? -5 + 6 അല്ലേ. യെസ് എന്ന് പറയുമ്പോൾ എന്താണ്? 1 ആണ്. +2 ഇൻറ്റു എന്താണ്? 4 - 4 അഥവാ എന്താണ്? 0 ആണ് അല്ലേ.
ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഓക്കെ വാട്ട് ഇസ് ആട്ട് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ പ്ലസ് 0 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ആ ഫോർമുല എഴുതുമ്പോൾ തന്നെ പറഞ്ഞു ഇവിടെയുള്ള നമ്മൾ ആ പറഞ്ഞ ഡിറ്റ് സോൾവ് ചെയ്യുന്ന പരിപാടി ഇവിടെ ഉള്ളത്. റെഡിയല്ലേ? അത് അവിടെ തന്നെ നമ്മൾ എന്താക്കി പറഞ്ഞു കഴിഞ്ഞു. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം മക്കളെ? ശ്രദ്ധിക്കുക, നമുക്കിവിടെ ബാക്കി നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ അഥവാ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല 3 × 2 നമുക്കറിയാം മക്കളെ എന്താണ്? 3 × 2 നമുക്കറിയാം എന്താണ്? 6 ആണ് അല്ലേ. പിന്നെ -4 ഉണ്ട് അല്ലേ. പിന്നെ എന്താണ്? പ്ലസ് 0 അല്ലേ ഡിവൈഡഡ് ബൈ താഴെ സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 5 എന്ന് കിട്ടും. റെഡിയല്ലേ? യെസ്, ആം ഐ കറക്റ്റ്? യെസ്. ഓക്കെ, അപ്പോൾ അഥവാ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 - 4 2 ഡിവൈഡ് ബൈ √5 അല്ലേ. പക്ഷെ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനെ കുറിച്ചാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഡിവൈഡ് ബൈ 5. റെഡിയല്ലേ? യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വേർ M and N ആർ കോ പ്രൈം എന്ന് നമ്മൾ എന്താക്കിയിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. റെഡിയല്ലേ? M and N കോ പ്രൈം എന്ന് പറഞ്ഞു. യെസ്, 4 and 5 ആർ കോ പ്രൈം അല്ലെ. രണ്ടാമത്തെ നമ്പേഴ്സ് എന്തായാലും കോ പ്രൈം ആണ്, അതിനൊരു കോമൺ ഫാക്ടറും അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ M = നമുക്ക് 4 എന്നും അതേപോലെ N = 5 എന്നും കിട്ടും അല്ലേ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ M + N = എന്താണ്? 4 + 5 അഥവാ 9 എന്ന് കിട്ടും. ഓക്കെ, സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ 2 ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, താങ്ക് യു.